Hi everyone, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ കാണുന്ന ക്രിയേറ്റ് ബട്ടണിൽ പോയിട്ട് പേജ് അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടാണോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണോ പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ബിസിനസ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അതായത് പേജിന് എന്താണ് നെയിം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ഇൻസ്റ്റമോജോ സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചിരുന്നു. അതേ ഡീറ്റെയിൽസാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം സെലക്ട് ചെയ്യേണ്ടത് കാറ്റഗറിയാണ്. നിങ്ങളുടെ ബിസിനസ് എന്ത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട്, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോൺ നമ്പർ കൊടുക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇവിടെ പിൻകോഡും അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളോട് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രൊഫൈൽ പിക്ചറിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഞാനിവിടെ ആ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കവർ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് ചേർത്താലും മതി. ഇപ്പം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിക്ചർ അപ്ലോഡ് ആയി കഴിഞ്ഞെങ്കിൽ നെക്സ്റ്റ് പേജ് അവർ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ ആവുന്നതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ പേജിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ വേണമെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. അതിൻ്റെ ഓപ്ഷനാണ് ഈ കാണിക്കുന്നത്. നമുക്ക് ഫ്രണ്ട്സിനെ ഓരോരുത്തരെ ഇൻവൈറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ടേൺ ഓൺ ഇൻസ്റ്റൻറ്റ് റിപ്ലൈസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന അതായത് ഈ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി നിങ്ങൾക്ക് വരുന്ന മെസ്സേജസിന് ഓട്ടോമാറ്റിക്കലി ഒരു റിപ്ലൈ സെൻഡ് ആവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ തിരക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്ര നേരത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യാം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓൺ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കാണാം താങ്ക്സ് ഫോർ കോണ്ടാക്റ്റിംഗ് അസ് എന്നുള്ള രീതിയിൽ. ഇപ്പം അതിന് നമുക്ക് എന്താണോ മെസ്സേജ് കൊടുക്കാനുള്ളത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള മെസ്സേജ് അയച്ച ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു റിപ്ലൈ അയക്കാനായിട്ട് പറ്റും. ഇനി പേജിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അടിച്ചാൽ മതി. ഈ പേജ് നിങ്ങളുടെ ബാക്കിയുള്ളവർക്ക് ഇനി ചിലരിപ്പോൾ നമ്മുടെ പേജ് ഈ ഒരു പേജ് അവരുടെ ഫ്രണ്ട്സിനായിട്ട് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് നമുക്കൊരു താങ്ക് യു പറയാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെയാണ് അവർ മെസ്സേജ് റിസീവ് ചെയ്യുക. ഇനിയിപ്പോൾ അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കാര്യം എന്നുള്ളത് ഇവിടെ എഡിറ്റ് ചെയ്യാം. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നെക്സ്റ്റ് പർച്ചേസിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയോ എന്തെങ്കിലും ഓഫർ കൂപ്പൺ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതേ രീതിയിൽ തന്നെ അവർക്ക് മെസ്സേജ് കിട്ടുന്നതാണ്.
ഫേസ്ബുക്ക് പേജ് റിലേറ്റഡ് ആയിട്ട് കുറേ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സെറ്റിങ്സും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ലെങ്ത് കൂടി പോവുകയാണ്. ഇപ്പോൾ ഞാനിവിടെ മെസ്സേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പോലെ പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റുകളെല്ലാം കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ പേജ് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്തിട്ടുള്ളതും കവർ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഇനി എൻ്റെ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യം ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടോ എങ്ങാനും നമുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ ഓഫറും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ ഒരു വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ വെച്ച് നമുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മാത്രമായിട്ടും പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫീലിംഗ് ഓർ ആക്ടിവിറ്റി, അതേപോലെ തന്നെ മെസ്സേജസ്, ചെക്ക് ഇൻ, ടാഗ്, പ്രൊഡക്ട്സ്, അങ്ങനെ ഏത് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സാധാ ഒരു പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഇവിടെ കാണാനായിട്ട് പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ പിന്നെയും ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പേജ് റിഫ്രഷ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന പോസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുള്ളത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ഇടുന്നത്. ഈ ഒരു പേജുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.